പണമില്ലാതെ ലോകോത്തര താരങ്ങളെ സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഭൂമിയിലെ ഒരേയൊരു ക്ലബ്ബ് അത് ബാഴ്സലോണ മാത്രമാണ്. ജർമ്മൻ പരിശീലകൻ ഹ്യൂലിയൻ നാഗൽസ്മാൻ ഒരിക്കൽ ബാഴ്സയെ പരിഹസിച്ചു പറഞ്ഞതാണിത്. കടം കുമിഞ്ഞു നിൽക്കുന്ന കാലത്ത് ബാഴ്സ ബയണിൽ നിന്നും ലെവൻഡോസ്കിയെ സൈൻ ചെയ്തപ്പോയായിരുന്നു നാഗൽസ്മാന്റെ പരാമർശം. ഈ ട്രാൻസ്ഫർ വിൻഡോയിലേക്കെന്ന് കണ്ണോടിക്കൂ. ആന്റണി ഗോർഡൻ, കരീം അഡേമി, സാക്ഷാൽ റോഡ്രി, പിന്നാലെ ഫ്രീ ഏജന്റായി കാൻസലോയുടെ വരവ്. ഇവർക്കെല്ലാവർക്കുമായി ബാഴ്സ ഇറക്കിയത് 150 ദശലക്ഷം യൂറോയിലധികം, അഥവാ ഏകദേശം 1350 കോടിയിലധികം രൂപയാണ്. തീർന്നില്ല. ഹ്യൂലിയൻ അൽവാരസിനായി, അതല്ലെങ്കിൽ മറ്റൊരു സ്ട്രൈക്കർക്കായി പണപ്പെട്ടി തുറക്കാൻ അവർ വീണ്ടും റെഡിയാണ്. പണമില്ലാത്തവരെന്നും പരിഹസിക്കപ്പെട്ടിരുന്ന ബാഴ്സലോണ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയെ പിടിച്ചുകൊലുക്കിയത്? 14,400 കോടിയിലധികം രൂപയുടെ, അതായത് 1.6 ബില്യൺ യൂറോയിലധികം വരുന്ന ഭീമമായ കടബാധ്യത പേർന്ന ഒരു ക്ലബ്ബ് എങ്ങനെയാണ് ട്രാൻസ്ഫർ വിപണിയിൽ ഇപ്പോഴും രാജാക്കന്മാരെ പോലെ വിലപേശുന്നത്? ബാഴ്സ സാമ്പത്തികമായി സ്റ്റേബിളായോ? പരിശോധിക്കാം. എന്നു മുതലാണ് ബാഴ്സലോണ ആപ്പായി മാറിയത്? അതിൻ്റെ വേരുകൾ ചെല്ലുന്നത് 2015 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ്. പ്രധാന പ്രതി അന്നത്തെ പ്രസിഡന്റ് ജോസഫ് മരിയ ബർtomeu തന്നെ. 2015 ട്രിപ്പിൾ കിരീട നേട്ടത്തിൻ്റെ തിളക്കത്തിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബർtomeu തുടർന്നുള്ള 5 വർഷം കൊണ്ട് 29 താരങ്ങൾക്കായി വാരിയെറിഞ്ഞത് 1 ബില്യൺ യൂറോയിലധികമാണ്, അഥവാ ഏകദേശം 9,000 കോടി രൂപ. എന്നാൽ ഈ സൈനിങ്ങുകളിൽ ഒന്നുപോലും ക്ലബിന് നേട്ടമുണ്ടാക്കിയില്ല. നെയ്മറെ പാരീസിലെ സുൽത്താന് വിറ്റ വകയിൽ ബാഴ്സയുടെ കൈകളിൽ കോടികൾ വന്നു ചേർന്നിരുന്നു. പക്ഷേ ആ കോടികൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ബാഴ്സയുടെ അടിവേരറുത്തത് എന്ന് പറയാം. ഫിലിപ്പെ കുട്ടീഞ്ഞോ, ഉസ്മാനെ ഡെംബലെ, ആന്റോയിൻ ഗ്രിസ്മാൻ, വമ്പൻ ഹൈപ്പിൽ ബാഴ്സലോണ കൊണ്ടുവന്ന ഈ 3 താരങ്ങളും കളത്തിലും കളത്തിനു പുറത്തും നഷ്ടക്കച്ചവടമായി മാറി. ബർtomeu കളിക്കാർക്ക് വെച്ചു നീട്ടിയ ശമ്പള പാക്കേജുകൾ അതിനേക്കാൾ ഭയാനകമായിരുന്നു. ക്ലബിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 70% കൂടുതൽ വേതനത്തിനായി ചെലവിടരുതെന്ന ലാലിഗയുടെയും യുഎഫയുടെയും കർശന നിർദ്ദേശങ്ങൾ അദ്ദേഹം അവഗണിച്ചു. ഞങ്ങൾക്കിത് താങ്ങാനാകുമെന്ന അന്ധമായ ആത്മവിശ്വാസത്തിലായിരുന്നു അന്നത്തെ മാനേജ്മെൻറ്റ്. എന്നാൽ 2020 കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചതോടെ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി. സ്റ്റേഡിയം അടച്ചുപൂട്ടിയതോടെ ടിക്കറ്റ് വരുമാനവും ബാഴ്സ മ്യൂസിയം വരുമാനവും നിലച്ചു. മെർച്ചൻഡൈസ് വിൽപ്പനയും ഇല്ലാതെയായി. വലിയ വേതനമാകുന്ന വെറ്ററൻ താരങ്ങളെ വിറ്റൊഴിവാക്കാനാകാതെ ക്ലബ്ബ് ശ്വാസം മുട്ടി. ഒടുവിൽ 2020 ഒക്ടോബറിൽ ബർtomeu അപമാനിതനായി പടിയിറങ്ങിപ്പോയി. 2021 മാർച്ചിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോവാൻ ലാപ്പോർട്ടെ എത്തുന്നത്. കുമിഞ്ഞുകൂടിയ കടവും കാലിയായ ഖജനാവും അയാളെ തുറിച്ചു നോക്കി. അന്ന് ക്ലബിൻ്റെ ആകെ വരുമാനത്തേക്കാൾ ഉയർന്നതായിരുന്നു കളിക്കാരുടെ ശമ്പള ബിൽ. പിന്നാലെ ലാലിഗയുടെ കർശനമായ സാമ്പത്തിക ഫെയർ പ്ലേ നിയമങ്ങൾ ബാഴ്സയെ പിടിച്ചു തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരയായത് മറ്റാരുമല്ല, ക്ലബിൻ്റെ എക്കാലത്തെയും ഇതിഹാസമായ ലയണൽ മെസ്സിയാണത്. ബാഴ്സലോണ വിട്ടുപോകാൻ മെസ്സി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ക്ലബിൽ തുടരാൻ തൻ്റെ ശമ്പളത്തിൻ്റെ 50% വരെ വെട്ടിക്കുറക്കാൻ അദ്ദേഹം തയ്യാറായി. കരാർ ഒപ്പിടുന്നതിനരികെ വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ലാലിഗ നിയമപ്രകാരം മെസ്സി പറഞ്ഞ തുകക്ക് പോലും രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സയ്ക്ക് ആകുമായിരുന്നില്ല. ഒടുക്കം ഗതിയില്ലാതെ പരസ്യമായി പൊട്ടിക്കരഞ്ഞ് ലയണൽ മെസ്സി ക്യാമ്പ് നൗവിൻ്റെ പടവുകളിറങ്ങി. ബാഴ്സയുടെ ഭാവി ഇനി എന്തെന്ന ചോദ്യം എല്ലാവരും ഉയർത്തി. കടുത്ത പ്രതിസന്ധിയുടെ ഈ കാലത്തിൽ ലാപ്പോർട്ടയ്ക്ക് മുന്നിൽ 2 മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ശമ്പളഭാരം കുറച്ച് താരങ്ങളെ വിറ്റ് അടുത്ത 3-4 വർഷം യൂറോപ്പിൽ കാര്യമായ കിരീടങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ഇടത്തരം ക്ലബ്ബായി ഒതുങ്ങിക്കളിക്കുക. അതല്ലെങ്കിൽ ക്ലബിൻ്റെ ഭാവിയെ തന്നെ പണയം വെച്ച് ഒരു വൻ തിരിച്ചുവരവിനായി അത്യന്തം അപകടകരമായ ചൂതാട്ടം നടത്തുക. അഭിമാനിയായ ലാപ്പോർട്ടെ 2ാമത്തെ മാർഗമാണ് തിരഞ്ഞെടുത്തത്. ക്ലബിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ വിജയങ്ങൾക്കായി പരിശ്രമിക്കുക എന്നതായിരുന്നു അത്. അതിൻ്റെ ഭാഗമായി ലാപ്പോർട്ടെ നടപടികൾ തുടങ്ങി. 2022 അടുത്ത 25 വർഷത്തേക്കുള്ള തങ്ങളുടെ ലാലിഗ TV സംപ്രേഷണാവകാശത്തിൻ്റെ 25% സിക്സ് സ്ട്രീറ്റ് എന്ന ആഗോള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് വിറ്റതാണൊന്ന്. ഇതിലൂടെ അക്കൗണ്ടിലേക്ക് എത്തിയത് 582 ദശലക്ഷം യൂറോ, ഏകദേശം 5238 കോടി രൂപയാണ്. ഇങ്ങനെ ലഭിച്ച തുക ഉപയോഗിച്ച് ലാപ്പോർട്ടെ വിപണിയിലേക്ക് പണമെറിഞ്ഞു. ബയണിൽ നിന്ന് ലോബർട്ട് ലെവൻഡോസ്കി, ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് റഫീഞ്ഞ, സെവിയയിൽ നിന്ന് യൂൾസ് കൊണ്ടേ എന്നിവർ കറ്റാലൻ കുപ്പായമണിയുന്നത് ഇങ്ങനെയാണ്. ഈ പന്തയം തുടക്കത്തിൽ തന്നെ ഫലം കണ്ടു. സാവിയുടെ കോച്ചിങ്ങിൽ 2022-23 സീസണിൽ ബാഴ്സലോണ ലാലിഗ കിരീടം തിരിച്ചുപിടിച്ചത് ഇതിൻ്റെ ബലത്തിലായിരുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. ഓരോ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുമ്പോഴും പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാനാകാതെ ബോർഡ് നെട്ടോട്ടമോടി. പിന്നീട് നടന്ന ഡാനി ഓൾമോ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങളും രജിസ്ട്രേഷൻ വൈകലും ക്ലബിൻ്റെ അന്തസ്സിന് വലിയ കോട്ടമുണ്ടാക്കി. ലാപ്പോർട്ടെ ക്ലബിൻ്റെ ആസ്തികൾ വിറ്റുതുലക്കുകയാണെന്നും സുതാര്യതയില്ലാതെ ഭാവിയെ അപകടത്തിലാക്കുകയാണെന്നും കാട്ടി ബാഴ്സലോണ ആരാധക കൂട്ടായ്മകൾ പരസ്യമായി രംഗത്തെത്തുന്നതും കണ്ടു. മറ്റു ടീമുകളും വെറുതെ ഇരുന്നില്ല. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ക്ലബ്ബ് ഭാവി വരുമാനം വിറ്റ് താരങ്ങളെ വാങ്ങിക്കൂട്ടുന്നത് മറ്റു ക്ലബ്ബുകളോട് ചെയ്യുന്ന അനീതിയാണെന്നും ഫിനാൻഷ്യൽ ഫെയർ പ്ലേയെ അട്ടിമറിക്കുന്നതാണെന്നും എതിരാളികൾ വാദിച്ചു. പക്ഷേ ക്ലബിൻ്റെ അന്തരീക്ഷം കലുഷിതമായി തുടരുമ്പോഴും അവരെ രക്ഷിച്ചത് അവരുടെ ഒരു നിധി ശേഖരമാണ്.
കൂടുതൽ പരിചയപ്പെടുത്തലുകൾ വേണ്ടതില്ലാത്ത ലാ മാസിയ അക്കാഡമി. കഷ്ടകാലത്ത് ബാഴ്സയെ രക്ഷിച്ചു നിർത്തിയതിൻ്റെ ക്രെഡിറ്റെല്ലാം ഈ അക്കാഡമിക്കാണ്. 18ഉം 19ഉം വയസ്സുള്ള അധികമാർക്കും അറിയാത്ത യുവതാരങ്ങളെപ്പോലും 5ഉം 10ഉം മില്യൺ യൂറോക്ക് വിറ്റ് ബാഴ്സ ലാഭമുണ്ടാക്കി. കഴിഞ്ഞ സീസണിൽ എസ്പാനിയോളിൽ നിന്ന് ഗോൾ കീപ്പർ യൊവാൻ ഗാർഷ്യയെ ബാഴ്സ വാങ്ങിയത് 25 ദശലക്ഷം യൂറോക്കാണ്, ഏകദേശം 225 കോടി രൂപ. എന്നാൽ ഇതിൻ്റെ ഇരട്ടിയോളം തുക, ഏകദേശം 450 കോടി രൂപ ലാ മാസിയ താരങ്ങളുടെ ചെറിയ ചെറിയ വിൽപ്പനകളിലൂടെ ബാഴ്സ തിരിച്ചു പിടിച്ചു. കൂടാതെ അക്കാഡമിയിൽ നിന്നും എത്തിയ ലെമീൻ യമാലും പൗ കുബാർസിയും കളം വാണതോടെ നൂറുകണക്കിന് കോടികൾ കൊടുത്ത് വമ്പന്മാരെ വാങ്ങേണ്ട ബാധ്യതയും ബാഴ്സ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കി. ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ വമ്പൻ സൈനിങ്ങുകൾ സാധ്യമാക്കാൻ മാനേജ്മെന്റ് നടത്തിയ നീക്കങ്ങളും ബാഴ്സയുടെ സാമ്പത്തിക ഭാരം കുറച്ചു. ഫെറൻ ടോറസിനെ പാരിസ് സെന്റ് ജെർമെയിന് വിറ്റതിലൂടെ 436 കോടി രൂപ അക്കൗണ്ടിലെത്തി. കൂടാതെ വലിയ ശമ്പളം വച്ചിരുന്ന ലെവൻഡോസ്കി ക്ലബ്ബ് വിട്ടതും ഭാരം കുറച്ചു. റൊണാൾഡോ അരോഹോ ലിവർപൂളിലേക്ക് ലോണിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ശമ്പളം കൊടുക്കാൻ ലിവർപൂളും തയ്യാറായി. കൂടാതെ ലാ മാസിയ മിഡ്ഫീൽഡർ മാർക്ക് കാസാഡോയെ 30 ദശലക്ഷം യൂറോയ്ക്ക് വിൽക്കാനും പ്ലാനുണ്ട്. ഹെക്ടർ ഫോർട്ട്, ബാൾഡെ എന്നിവരെയും വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കേൾക്കുന്നു. പറഞ്ഞു വരുന്നത്, പ്രതിസന്ധിയിൽ നിന്നും കച്ചാലന്മാർ ഉണർന്നെണീറ്റിട്ടുണ്ട്. നൈക്കിയുമായുള്ള റെക്കോർഡ് കിറ്റ് ഡീലിലൂടെയും സ്പോട്ടിഫൈയിലൂടെ വർഷം തോറും അക്കൗണ്ടിലേക്ക് എത്തുന്ന സ്പോൺസർഷിപ്പ് പണത്തിലൂടെയും ബാഴ്സ വരുമാനമുണ്ടാക്കുന്നു. പോരാത്തതിന് പണി പൂർത്തിയായ പുതിയ ക്യാമ്നോവിലെ ടിക്കറ്റുകൾ, കോടികൾ വിലമതിക്കുന്ന പ്രീമിയം VIP ബോക്സുകൾ, വിനോദസഞ്ചാരികൾ ഇരച്ചെത്തുന്ന ക്ലബ്ബ് മ്യൂസിയം എന്നിവയിലൂടെയെല്ലാം ബാഴ്സ പണമുണ്ടാക്കുന്നു. അപ്പോൾ ശരിക്കും ബാഴ്സലോണ ഈ മഹാപ്രതിസന്ധി മറികടന്നോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതേ എന്ന് പറയാം. അടിയന്തിരമായ പ്രതിസന്ധികൾ തീർന്നെങ്കിലും സ്റ്റേഡിയം നിർമ്മാണ വായ്പയടക്കം ബാഴ്സയുടെ തലയിലുള്ള ആകെ കടം 1.6 ബില്യൺ യൂറോയാണ്. ഇത് പൂർണ്ണമായി അടച്ചു തീർക്കാൻ ഇനിയും വർഷങ്ങളെടുക്കും. ബാഴ്സലോണ ഏതെങ്കിലും ഒരു മുതലാളിയുടെ ക്ലബ്ബല്ല, മറിച്ച് അവിടുത്തെ സാധാരണ ആരാധകരുടെ കൂട്ടായ്മയാണ്. ഇനിയൊരു സാമ്പത്തിക തകർച്ച ഉണ്ടായാൽ ക്ലബ്ബ് ഏതെങ്കിലും കമ്പനികൾക്കോ വൻകിട മുതലാളിമാർക്കോ വിൽക്കേണ്ടി വരുമോ എന്ന ഭയവും ആരാധകർക്കുണ്ട്. പക്ഷേ കളിക്കളത്തിലെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെയും മറ്റു നികത്താവുന്ന നഷ്ടമേ ഇപ്പോൾ ഈ കമ്പനിക്കുള്ളൂ.